ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ജ്യൂസി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ ബ്രെഡിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയാൽ അതിനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് പൊടിച്ച ഏലക്കയാണ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ചതായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ച ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കുമ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടുന്നതായിരിക്കും. ഇത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 5 ബ്രെഡ് എടുക്കാവുന്നതാണ്. ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതുപോലെ ഒന്ന് കൈകൊണ്ട് മുറിച്ചിട്ടതിന് ശേഷം പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊടിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ മൈദയാണ്. മൈദ കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം പൊടിഞ്ഞു പോകാതെ തന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും പാൽ നമുക്ക് ആവശ്യമില്ല. ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 സ്പൂണ് പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊരു ചപ്പാത്തിയുടെ പരുവത്തിൻ്റെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകാതെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ടിയായ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോളുകളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അകംഭാഗമൊന്നും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഗോൾഡൻ കളർ ബ്രൗൺ ആയി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നമുക്കിതൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ഇതിലേക്ക് പിടിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിലേക്ക് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.